ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള IT ഭീമൻ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ TCSന്റെ ഇടനാഴികളിൽ പടരുന്നത് പ്രൊഫഷണലിസത്തിന് പകരം തീവ്രവാദത്തിന്റെ വേരുകളായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയിട്ടുണ്ടാകില്ല, അല്ലേ? ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നിൽ നിന്ന് പുറത്തുവരുന്ന ആസൂത്രിത മതപരിവർത്തനത്തിന്റെ വാർത്തകൾ കോർപ്പറേറ്റ് ജിഹാദ് എന്ന പുതിയ സുരക്ഷാ ഭീഷണിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഈ വാർത്ത നമ്മുടെ കോർപ്പറേറ്റ് മേഖലയുടെ അടിവേരിളക്കുന്ന ഒരു വലിയ തീവ്രവാദ ശൃംഖലയുടെ തുടക്കം മാത്രമായിരിക്കാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കാം. നാസിക്കിലെ TCS BPO കേന്ദ്രത്തിൽ നിന്നാണ് രാജ്യത്തെ നടുക്കിയ ഈ വാർത്ത പുറത്തു വന്നതെന്ന് നമുക്കറിയാം. ഹിന്ദുക്കളായിട്ടുള്ള സഹപ്രവർത്തകരെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുക, ഓഫീസിൽ നിസ്കരിക്കാൻ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി 9 ജീവനക്കാരാണ് പരാതി നൽകിയിരുന്നത്. 2022 മുതൽ 26 മാർച്ച് വരെ തൗസീഫ് അത്താർ, ഡാനിഷ് ഷെയ്ഖ് എന്നീ ജീവനക്കാർ ഹിന്ദു സഹപ്രവർത്തകരെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. ഹിന്ദു ഉദ്യോഗസ്ഥരെ കൊണ്ട് നിർബന്ധിച്ച് കലിമ ചൊല്ലിക്കുകയും രുദ്രാക്ഷമാല അഴിപ്പിക്കുകയും ചെയ്തു. സസ്യാഹാരിയായിട്ടുള്ള ഉദ്യോഗസ്ഥരെ രാത്രി ഡ്യൂട്ടിക്ക് ശേഷം ഹോട്ടലിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മാംസാഹാരം കഴിപ്പിച്ചു. കുട്ടികളില്ലാത്തതിനെ പരിഹസിച്ച ഇവർ കുഞ്ഞു വേണമെങ്കിൽ ഭാര്യയെ തന്റെ അടുത്തേക്ക് അയക്കൂ എന്ന് വരെ അധിക്ഷേപിച്ചു. 2023 ഈ ദിനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നിർബന്ധപൂർവ്വം നിസ്കരിപ്പിക്കുകയും ആ ചിത്രങ്ങൾ ഓഫീസിലെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ പങ്കുവച്ച് അപമാനിക്കുകയും ചെയ്തു. പിതാവിന് പക്ഷാഘാതം വന്നപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അദ്ദേഹം സുഖപ്പെടുമെന്ന വാഗ്ദാനവും പ്രതികൾ നൽകി. ഒടുവിൽ 23-കാരിയായിട്ടുള്ള ഒരു വനിതാ ജീവനക്കാരി നൽകിയ ലൈംഗികാതിക്രമ പരാതി വേണ്ടി വന്നു പോലീസിന് അന്വേഷണം ഊർജിതമാക്കാൻ. പരാതികൾ വർഷങ്ങളായി പൂഴ്ത്തിവെച്ച 30-കാരിയായിട്ടുള്ള HR മാനേജർ നിദാ ഖാനെ ഒളിവിലിരിക്കെ ഏപ്രിൽ 10-നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരടക്കം 9 പേരെ മഹാരാഷ്ട്ര പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിട്ടുള്ള SIT ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ കോർപ്പറേറ്റ് ജിഹാദിന്റെ വേരുകൾ നാസിക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 6 ലക്ഷത്തിലധികം ജീവനക്കാരുള്ള ഇന്ത്യയിൽ റിലയൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള TCS പോലൊരു ആഗോള കമ്പനിയെ തന്നെ ഇവർ ലക്ഷ്യമിട്ടു എന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ്. മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇമ്രാൻ എന്ന തീവ്ര ഇസ്ലാമിക പ്രഭാഷകനുമായി ഈ റാക്കറ്റിന് നേരിട്ട് ബന്ധമുണ്ട്. ഇമ്രാൻ ഇന്ത്യയിൽ നിന്ന് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട വിവാദ മതപ്രഭാഷകൻ സക്കീർ നായിക്കിന്റെ അടുത്ത അനുയായിയാണെന്ന് സംശയിക്കുന്നു. വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴിയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുമായിരുന്നു ഇവരുടെ ഏകോപനം നടന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലിയും ആഡംബര ജീവിതവും വാഗ്ദാനം ചെയ്താണ് ഇവർ ജീവനക്കാരെ, പ്രത്യേകിച്ച് വനിതകളെ വലയിലാക്കിയത്. മതം മാറിയാൽ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും വിവാഹ വാഗ്ദാനങ്ങളെക്കുറിച്ചും പ്രതികൾ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. സക്കീർ നായിക്കിന്റെ ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ തീവ്രവാദ ആശയങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഇവർ സഹപ്രവർത്തകർക്ക് നിരന്തരം അയച്ചു കൊടുക്കുകയും അവ കാണാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഓഫീസിലെ ഔദ്യോഗിക ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച ഇത്തരം മതപരമായ പ്രവർത്തനങ്ങൾ നടത്തിയോ എന്നറിയാൻ TCS IT വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് ഫോറൻസിക് പരിശോധന തുടർന്നു വരികയാണ്. സംഭവം ഗൗരവമായതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ എത്തിക്സ് സമിതി അന്വേഷണം ഊർജിതമാക്കുകയും പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ള 8 ജീവനക്കാരെ TCS അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജീവനക്കാർക്ക് ഭയമില്ലാതെ പരാതിപ്പെടാൻ പ്രത്യേക പോർട്ടൽ ഒരുക്കിയതിനൊപ്പം മതപരമായ താല്പര്യങ്ങൾ സഹപ്രവർത്തകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ പ്രത്യേക സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമുകൾക്കും കമ്പനി തുടക്കം കുറിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലെ ഇത്തരം അജണ്ടകൾ ഇന്ത്യയിൽ ഇതിനു മുൻപും ചർച്ചയായിട്ടുണ്ട്. പ്രമുഖ കോർപ്പറേറ്റ് ബ്രാൻഡുകളുടെ ഹലാൽ സർട്ടിഫിക്കേഷൻ സാമ്പത്തിക ജിഹാദാണെന്ന ആരോപണവും ഫാബ് ഇന്ത്യയുടെ ദീപാവലി കളക്ഷന് ജഷൻ-ഇ റിവാസ് എന്ന് പേരിട്ടതിനെ ലാൻഡ് ജിഹാദ് പോലെയുള്ള സാംസ്കാരിക അധിനിവേശമായി കണ്ടതും തനിഷ്കിന്റെ പരസ്യം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഡൽഹിയിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കുടിവെള്ളത്തിലും ക്ഷേത്രപ്രസാദത്തിലും റിസിൻ വിഷം കലർത്താൻ ISIS ഭീകരർ നടത്തിയ വൈറ്റ് കോളർ തീവ്രവാദ പദ്ധതിയും ഒടുവിലത് 13 പേരുടെ ജീവനെടുത്ത ദില്ലി സ്ഫോടനത്തിൽ കലാശിച്ചതുമൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബ്രിട്ടനിലെ സർക്കാർ സ്കൂളുകൾ പിടിയിലാക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ച ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് മോഡലാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഇടനാഴികളിലും ആവർത്തിക്കുന്നത്. അക്രമരഹിതമായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസ ഭരണ സ്വാധീനത്തിലൂടെ ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ച് ലണ്ടനിലെ ICSR പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഇസ്ലാമിക വൽക്കരണത്തെ മുളയിലെ നുള്ളാൻ ശ്രമിക്കുകയാണ്. ഇത്തരം തീവ്രവാദ പ്രവണതകളെ നേരിടാൻ ബ്രിട്ടൻ കൊണ്ടുവന്ന പ്രിവെന്റ് പോലെയുള്ള കർശന നിയമങ്ങളും തീവ്രവാദ ആശയങ്ങളിൽപ്പെട്ടവരെ കൗൺസിലിംഗിലൂടെ പിന്തിരിപ്പിക്കാനുള്ള ചാനൽ എന്ന പിന്തുണ സംവിധാനവും ഇന്ത്യയിലെ IT കമ്പനികൾക്കും മാതൃകയാക്കാവുന്നതാണ്. രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സുരക്ഷ എന്നത് കേവലം ഡാറ്റ സുരക്ഷയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല.
എന്ന് TCS സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അന്താരാഷ്ട്ര ക്ലയന്റുകളുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന IT പ്രൊഫഷണലുകൾക്കിടയിൽ തീവ്രവാദ ശൃംഖലകൾ വളരുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും ആഗോള ബിസിനസ് വിശ്വാസ്യതയും തകർക്കും. ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി അടുപ്പുകൂട്ടുന്ന മാധ്യമങ്ങളും അച്ചാരം പറ്റി മൗനം പാലിക്കാൻ ശ്രമിച്ച മലയാളം മാധ്യമങ്ങളും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. കോർപ്പറേറ്റ് രംഗത്തെ ഉദ്യോഗസ്ഥരുടെ പശ്ചാത്തല പരിശോധന കേവലം അക്കാദമിക് രേഖകളിൽ ഒതുക്കാതെ സാമൂഹികവും സ്വഭാവപരവുമായ വശങ്ങളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വൈറ്റ് കോളർ തീവ്രവാദത്തിന്റെ ഈ പുതിയ മുഖത്തെ കർശന നിരീക്ഷണങ്ങളിലൂടെ മുളയിലെ നുള്ളിയില്ല എന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ കാർന്നു തിന്നുന്നതിൽ യാതൊരു സംശയവുമില്ല. രാജ്യസുരക്ഷയുടെ കാര്യം വരുമ്പോൾ പഴുതടച്ച അന്വേഷണം തന്നെയാണ് എപ്പോഴും അനിവാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.